ഹായ് ഓൾ വെൽക്കം ടു വിക്ടറി ചാനൽ 1997ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു മൂവി റിവ്യൂവിൻ്റെ ചെറിയൊരു കണ്ടൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രം അങ്ങനെ വലിയൊരു റിവ്യൂ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു കണ്ടൻറ്റ് മാത്രം. സുകുമാർ റൈറ്റിംഗ്സുമായി സഹകരിച്ച് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച് സുകുമാർ രചനയും സംവിധാനവും ചെയ്ത് 2024 ഡിസംബർ 5 പുറത്തിറങ്ങിയ ഇന്ത്യൻ തെലുങ്ക് ഭാഷാ ആക്ഷൻ ഡ്രാമ ചലച്ചിത്രമാണ് പുഷ്പ ദി റോഡ്. അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ ചലച്ചിത്രത്തിൽ ഭഗത് ഫാസിൽ, രശ്മി മന്ദാന, അനസൂയ, ജഗതി ബാബു, അജയ് ഘോഷ്, പ്രകാശ് രാജ് തുടങ്ങി പ്രഗത്ഭരായ നിരവധി താരനിരകൾ തന്നെ അണിനിരക്കുന്നുണ്ട്. 2021 പുറത്തിറങ്ങിയ പുഷ്പ 1 ബേസ് ചെയ്ത് അല്ലെങ്കിൽ പുഷ്പ 1 പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് പുറത്തിറക്കിയതായിരുന്നു പുഷ്പ 2 ദ റൂൾ. ഈ ഒരു ചലച്ചിത്രം പ്രതീക്ഷയ്ക്കത്ര വളർന്നില്ല. അതുതന്നെയാണ് മെയിൻ കാര്യം. ഹൈപ്പിനൊത്ത ഗ്രാഫ് ഈ ചലച്ചിത്രത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. പുഷ്പ 1 അവർ കൊടുത്തിരിക്കുന്ന ഹൈപ്പ് എത്രയാണോ ആ ഹൈപ്പിനനുസരിച്ചും അതിനേക്കാൾ അപ്പുറം സ്ക്രിപ്റ്റിങ്ങിന് നല്ല രീതിയിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. മേക്കിങ്ങിൽ നല്ല രീതിയിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാഫിക്സ് പൂർണ്ണമായിട്ട് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 100-ലൊരു 10% ഗ്രാഫിക്സ് ഫ്ലോപ്പായിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാര്യം അവിടെ ഇവിടങ്ങളിലായിട്ട് ഗ്രാഫിക്സ് ഫ്ലോപ്പായിട്ടുണ്ട്. മറ്റേ പുഴയിലേക്കൊക്കെ എടുത്ത് ചാടുന്ന സീനിലുണ്ടായിട്ടുള്ള ഒരു ഗ്രാഫിക്സ്. പക്ഷെ അതൊരു നമ്മുടെ ഒരു ബ്രെയിൻ ഐക്യു വെച്ച് നോക്കാൻ നേരത്തെ നമുക്ക് വിടാവുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഗ്രാഫിക്സിന് നല്ല രീതിയിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഡാൻസിങ് ഗംഭീരമാണ്. ഡാൻസിങ്ങിലെ സ്റ്റെപ്സുകൾ, പിന്നെ അല്ലു അർജുൻ്റെ എല്ലാ സിനിമകളിലും ഡാൻസിങ്ങിനും ഫൈറ്റിങ്ങിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലു അർജുൻ്റെ മൂവീസ്. അത് ഇതിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ സിനിമകളിലെ പോലെ തന്നെ അല്ലു അർജുൻ്റെ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബീറ്റ് കോഡ് ഡാൻസ് അത് ഈ സിനിമയിലും തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിലൊക്കെ ഇവർ നീതിപൂർവം തന്നെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പിനനുസരിച്ച് വളരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ പോരായ്മയും പിന്നെ ഈ 3 മണിക്കൂർ വരെയുള്ള ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം അത് തന്നെ ഏറ്റവും മടുപ്പുളവാക്കുന്നത് തന്നെയാണ്. അത്രത്തോളം പിടിച്ചിരുത്താനൊന്നും കണ്ടൻറ്റ് ഈ മൂവിയിലില്ലായിരുന്നു. പക്ഷേ പുഷ്പ 1 അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. പുഷ്പ 2 ഇറക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ലായിരുന്നു. പുഷ്പ 1 നിർത്തുമായിരുന്നുവെങ്കിൽ പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് തന്നെ നല്ലൊരു മൈലേജ് ആയേനെ. ഇതിപ്പോൾ പുഷ്പ 2 വന്നതോടുകൂടി ആ പുഷ്പ 1 ഇൻട്രസ്റ്റും താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ഒരു ചലച്ചിത്രം സ്ക്രീനിൽ വരുന്നത്, അത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ആക്ടേഴ്സിൻ്റെ മാത്രമല്ല നിരവധി ജനങ്ങളുടെ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ട. സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അത് വിജയിപ്പിക്കണം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, തൂക്കുന്നത് ഉൾപ്പെടെ സിനിമയിലെ ചെറിയ ചെറിയ ആളുകളുടെ എഫേർട്ട് കൊണ്ടാണ് ഒരു ചലച്ചിത്ര സ്ക്രീനിൽ വരുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതുകൊണ്ട് ഈ ചലച്ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്നാൽ പൂർണ്ണമായിട്ട് ഇത് ഫ്ലോപ്പ് എന്ന് പറയുന്നില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. തെലുങ്ക് ചലച്ചിത്രമാണ്, അവിശ്വസനീയമായ ഫൈറ്റാണ്, അവിശ്വസനീയമായ ഡാൻസാണ്. ഇതൊക്കെ നമുക്കറിയാം. അവർ കുറച്ച് മസാലയ്ക്കും അവർ കുറച്ച് കളറിങ്ങിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നവർ ഈ തെലുങ്കുകാർ അല്ലെങ്കിൽ കന്നഡക്കാർ. അപ്പോൾ അവരുടെ അത്തരത്തിലുള്ളൊരു സിനിമയാണ് പുഷ്പ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് മൂവിയാണ്. അത്യാവശ്യം ഒരു ബിസിനസ്, അത്യാവശ്യം ഒരു അഡ്വർടൈസിങ്ങോടും കൂടി നല്ല രീതി 500 കോടി രൂപ മുടക്കിയെടുത്തേക്കുന്ന ഒരു ചലച്ചിത്രമാണിത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡയറക്ടറിൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെയോ മാത്രം കഷ്ടപ്പാടല്ല, നിരവധി ജനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് തിയേറ്ററിൽ പോയിട്ട് ഈ ചലച്ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പോയി ഈ ചലച്ചിത്രം പോയി കാണുക. നല്ലൊരു സിനിമയുടെ നല്ലൊരു റിവ്യൂയുമായി പുത്തൻ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അതുവരെ ബൈ.